ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ. തിരുനാളൈ പോവർ നായനാർ. നന്ദനാർ എന്നതാണ് യഥാർത്ഥ പേര്. നന്ദനാർ ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു. ചോള രാജ്യത്തെ അടനൂരിൽ ജനിച്ചു. ശിവഭക്തിയുടെ മൂർത്തിമത് ഭാവമായിരുന്നു നന്ദനാർ. അദ്ദേഹത്തിന്റെ ജീവിതം ശിവനെ ആശ്രയിച്ചു മാത്രമായിരുന്നു. പലപ്പോഴും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ക്ഷേത്രങ്ങൾക്കായി തുകൽ ഡ്രമ്മുകൾ മറ്റു സംഗീതോപകരണങ്ങൾ എത്തിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ താഴ്ന്ന ജാതി ആയതുകൊണ്ട് അകത്തേക്ക് പ്രവേശനമില്ല. ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടല്ലോ. ഒരിക്കൽ തിരുപ്പുങ്കൂരിൽ ഭഗവാനെ ദർശിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെളിയിൽ നിന്ന് മാത്രമല്ലേ ദർശനത്തിന് അനുവാദമുള്ളൂ. നന്ദിദേവൻ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഭഗവാനെ ശരിക്കും കാണാൻ വിഷമിച്ചു. മനസ്സുരുകി പ്രാർത്ഥിച്ചു. സംപ്രീതനായ ഭഗവാൻ നന്ദിയോട് അല്പം മാറി നിൽക്കാൻ പറഞ്ഞു. ഇന്നും തിരുപ്പുങ്കൂരിൽ നന്ദി ഒരു വശത്തേക്ക് ചാരി നിൽക്കുന്നതായി നമുക്ക് ദർശിക്കാം. ഭഗവാന്റെ ദർശനം നടത്തി അവിടെ ഒരു കുളം കുഴിച്ച ശേഷം അദ്ദേഹം അടനൂരിലേക്ക് തിരിച്ചുപോയി. ചിദംബരത്ത് പോയി നടരാജ ഭഗവാനെ ദർശിക്കണമെന്ന ആഗ്രഹം കലശലായി. ഒരു കണക്കെഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ മുതലാളി ഒഴിവ് കൊടുത്തിരുന്നില്ല. ഞാൻ തീർച്ചയായും നാളെ ചിദംബരത്ത് പോകും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് തിരുനാളൈ പോവർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ഏക്കർ കണക്കിന് കൃഷിസ്ഥലമുള്ള മുതലാളിയുടെ ജോലി തീർത്ത് എപ്പോൾ പോവാനാണ്? ആഗ്രഹം കലശലായപ്പോൾ മുതലാളിയോട് ചോദിച്ചു, നാളെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ മുതലാളി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കണ്ണത്താ ദൂരം പാടത്തെ കൃഷിപ്പണി കഴിഞ്ഞിട്ട് പൊയ്ക്കോളൂ എന്ന്. അന്ന് രാത്രി കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഒന്ന് മയങ്ങി. രാവിലെ നോക്കുമ്പോൾ കൃഷിയിടമെല്ലാം എല്ലാ ജോലികളും കഴിഞ്ഞ് കണക്കെല്ലാം ബുക്കിൽ എഴുതി വെച്ച് മുതലാളിയുടെ മുന്നിൽ നന്ദനാർ ഭഗവാന്റെ ലീലയോർത്ത് ആനന്ദ കണ്ണുനീരൊഴുക്കി. ഭൂതഗണങ്ങൾ രാത്രി മുഴുവൻ ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. ഭാര്യയോട് യാത്ര പറഞ്ഞ് ചിദംബരത്തേക്ക് പുറപ്പെട്ടു. ഭഗവാന്റെ നൃത്തസഭ കാണാൻ ആഗ്രഹിച്ചു. അവിടെയുള്ള ബ്രാഹ്മണർക്ക് ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തു. അതനുസരിച്ച് അവർ അഗ്നികുണ്ഡം തയ്യാറാക്കി. അതിലൂടെ നന്ദനാർ കടന്നു വന്നു. ഒരു പൊള്ളലും ഏൽക്കാതെ. ഭക്തിയുടെ തീവ്രത അത്രയ്ക്കുണ്ടായിരുന്നു. കനകസഭയിൽ ദർശനം നടത്തി. മുറിയിൽ ഒരു മിന്നുന്ന വെളിച്ചം കണ്ടു. നന്ദനാർ നടരാജനിൽ ലയിച്ചു. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.